രാജ്യത്ത് ഇപ്പോൾ ഡെവലപ്മെൻ്റ് എല്ലാം വരുന്നു, ഡിജിറ്റൈസേഷൻ വരുന്നു, എല്ലാം അക്കൗണ്ടുകളിലൂടെ പണം വിനിമയം നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ ഏതൊരു സാധാരണ വ്യക്തിക്കാണെങ്കിലും, ബിസിനസ് മാഗ്നറ്റുകൾക്കാണെങ്കിലും, കോർപ്പറേറ്റുകൾക്കാണെങ്കിലും, തൊഴിലാളിക്കാണെങ്കിലും, ഗിഗ് വർക്കർക്കാണെങ്കിലും, കർഷകനാണെങ്കിലും, ആരാണെങ്കിലും ബാങ്കിൽ പോയി അവർക്ക് ബാങ്കിങ് സേവനം ഇല്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു നില വന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, നമ്മളെല്ലാവരും ഗൂഗിൾ പേ യൂസ് ആക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് മൈനസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലരടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ മിനിമം ബാലൻസ് പോലും ഇല്ലെന്ന് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ പറയുന്ന മിനിമം ബാലൻസ്? മിനിമം ബാലൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു അക്കൗണ്ട് ഒരു ബാങ്ക് നിങ്ങൾക്കായി തുറന്നു തരുമ്പോൾ അവർ നിഷ്കർഷിക്കുന്ന ഒരു മിനിമം തുക ആ അക്കൗണ്ടിൽ ഇടണം എന്നുള്ള ഒരു നിയമം ആ ബാങ്കിനുണ്ടാവും. സ്വാഭാവികമായും മിനിമം ബാലൻസ് 500 മുതൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. 500 രൂപ നിങ്ങൾ മിനിമം എപ്പോഴും ഇടണം. അല്ലെങ്കിൽ 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും സ്ഥിരമായി ഉണ്ടായിരിക്കണം. അതിന് മുകളിൽ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും നിക്ഷേപിക്കാം, പിൻവലിക്കാം. പിൻവലിക്കുമ്പോൾ 1000 രൂപയാണ് മിനിമം ബാലൻസ് എങ്കിൽ ആ അക്കൗണ്ട് ബാലൻസ് ഒരു സമയവും 1000-ൽ താഴെ പോകാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു വെള്ളിയാഴ്ച നിങ്ങൾ പണം പിൻവലിക്കുകയാണ്. പണം പിൻവലിക്കുമ്പോൾ നിങ്ങളുടെ മിനിമം ബാലൻസ് 1000 രൂപയെ വേണ്ടെടുത്ത് 800 രൂപയേ ഉള്ളൂ. നാളെ രാവിലെ ഈ ബാങ്ക് ഇതിന് മിനിമം ബാലൻസ് തുക ഇല്ല എന്ന കാരണത്താൽ ഫൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിനാണ് മിനിമം ബാലൻസ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം അടിസ്ഥാന തുക എന്താണോ അതാണ് മിനിമം ബാലൻസ്. അത് 500 ഉണ്ട്, 1000 ഉണ്ട്, 50,000 ഉണ്ട്. ഇത് കൃത്യമായി ഉപഭോക്താക്കൾ മനസ്സിലാക്കണം എന്താണ് മിനിമം ബാലൻസ് എന്നുള്ളത്. അതെ, ഇപ്പോ നോക്കുകയാണെങ്കിൽ ഞാൻ 2 കൊല്ലമായിട്ട് HDFC ബാങ്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാലറി അക്കൗണ്ട് അതിൽ വരുമ്പോൾ ചില സമയങ്ങളിൽ 0 ബാലൻസ് കാണിക്കാറുണ്ട്. ഇപ്പോൾ SBI യൂസ് ആക്കുന്നുണ്ട്, 2 അക്കൗണ്ട് ഉണ്ട് എനിക്ക്. അപ്പോൾ SBI ആണെങ്കിൽ മിനിമം ബാലൻസ് 500 എന്ന് പറയുന്നുണ്ട്, HDFCയിൽ 0 ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് എനിക്ക് അതിന്റെ ആ ഒരു വസ്തുത എനിക്കൊന്നുകൂടെ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ശ്രീപ്രിയ പറയുന്നത്, ഞാൻ SBIയിൽ പോകുമ്പോൾ 500 രൂപ ചോദിക്കുന്നു, മിനിമം ബാലൻസ് വേണമെന്ന് പറയുന്നു. HDFCയിൽ എന്നാൽ തുക വേണ്ട എന്ന് പറയുന്നു. അത് ആ വസ്തുതാപരമായി അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, അതൊന്നുകൂടെ പരിശോധിക്കണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും കാലാകാലങ്ങളായി ഈ മിനിമം ബാലൻസ് നിഷ്കർഷിക്കുന്നുണ്ട്. 500 രൂപ, 1000 രൂപ, 2000 രൂപയൊക്കെ പൊതുമേഖലാ ബാങ്കുകൾ മിനിമം ബാലൻസ് തുകയായി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ സ്വകാര്യ ബാങ്കുകൾ 10,000, 20,000, 30,000 രൂപയൊക്കെ വേണം എന്ന് ആവശ്യപ്പെടുന്നതാണ് സാധാരണ നിലയിലുള്ള ട്രെൻഡ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ 2021 മുതൽ 2024 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ബാങ്കുകളെല്ലാം കൂടി, പൊതുമേഖലാ ബാങ്കുകളെല്ലാം കൂടി മിനിമം ബാലൻസ് ഇല്ല എന്ന കാരണത്താൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്ത തുക, പിഴയായി, പലിശയല്ല, പിഴയായി പിരിച്ചെടുത്ത തുക, മിനിമം ബാലൻസ് ഇല്ല എന്നുള്ള കാരണത്താൽ അത് ഏതാണ്ട് 9,000 കോടി രൂപയാണ്. അപ്പൊ സാധാരണക്കാരായ നിക്ഷേപകർ അവരുടെ SBI അക്കൗണ്ടിൽ 1000 രൂപയിൽ താഴേക്ക് അവരുടെ ബാലൻസ് പോകുമ്പോൾ ഉടനെ 25 രൂപയോ 30 രൂപയോ ഒക്കെ പിഴയായി അവർക്ക് അടയ്ക്കാൻ അവർ നിഷ്കർഷിക്കുകയാണ്. നെഗറ്റീവ് ബാലൻസ് എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ ശ്രീപ്രിയ ഉപയോഗിച്ചു. എൻ്റെ അക്കൗണ്ടിൽ 1,500 രൂപയുണ്ട്. പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ ഞാൻ പോയി, എനിക്ക് അവിടെ 1,500 രൂപ ഉപയോഗിക്കേണ്ടി വന്നു. ഞാനൊരു 1,400 രൂപ അവിടുത്തെ POS-ലോ ഗൂഗിൾ പേ വഴിയോ അവർക്ക് ചെയ്തു കൊടുത്തു. ബാക്കി 100 രൂപയെ അക്കൗണ്ടിലുള്ളൂ. ഞാൻ കീപ്പ് ചെയ്യേണ്ട മിനിമം ബാലൻസ് തുക 1000 രൂപയാണ്. സ്വാഭാവികമായും 1000 രൂപ ഇല്ല എന്നുള്ള കാരണത്താൽ പിഴ അടയ്ക്കും. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ അക്കൗണ്ട് ചിലപ്പോൾ അടുത്ത മാസം ശമ്പളം വരുമ്പോഴായിരിക്കും നമ്മൾ ഈ അക്കൗണ്ട് നോക്കുന്നത്. 100 രൂപ ആ സമയം കൊണ്ട് പിഴയായി അവർ പിടിച്ചെടുത്തിരിക്കും. ഇനി അതിനും മുകളിൽ പിഴ വന്നാൽ അത് നെഗറ്റീവ് ബാലൻസ് ആയി നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കും. അടുത്ത തുക ആ അക്കൗണ്ടിൽ വരുമ്പോൾ അതിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയും ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് കണക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2021 മുതൽ 2024 വരെ ഏതാണ്ട് 9,000 കോടി രൂപ സാധാരണക്കാരിൽ നിന്ന് ഈ ബാങ്കുകളെല്ലാം കൂടി ചേർന്ന് പിരിച്ചെടുത്തു എന്ന് പറയുന്നത് ഒരു ക്രൈമാണ് എന്നാണ് എനിക്ക് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഒരു ബാങ്കുകളും, പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകൾ, സാധാരണക്കാരെ സേവിക്കേണ്ട ആളുകൾ, സാധാരണക്കാർക്ക് കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യമാണ് ബാങ്ക് അക്കൗണ്ട്. അവരിൽ നിന്ന് ഇതുപോലെയുള്ള പിഴകൾ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഈടാക്കുന്നത് നല്ല ഒരു ലക്ഷണമല്ല. അത് ലാഭത്തിന് വേണ്ടി ഇത്ര രൂപ പിഴ ഈടാക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ തുക മുഴുവനും അവരുടെ ബാലൻസ് ഷീറ്റിൽ
ലാഭത്തിന്റെ ഭാഗത്ത് വരികയും പ്രോഫിറ്റ് കൂടുകയും കൂടുതൽ ലാഭം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ലാഭകരമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളല്ല പൊതുമേഖലാ ബാങ്കുകൾ എന്നുള്ളതാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ പഴയൊരു പോക്കി തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അത് ഇപ്പൊ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷ നമുക്ക് നൽകുന്ന ഒരു വലിയ മാറ്റമാണ്. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഒരു പൊതുമേഖലാ ബാങ്കിലെ ജീവനക്കാരൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ലിസ്റ്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കുറേയായി ഞങ്ങളെല്ലാവരും വളരെയധികം മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ മിനിമം ബാലൻസ് ചാർജ് എന്നുള്ളത്. അപ്പോൾ പൊതുമേഖലാ ബാങ്കുകളെല്ലാം മിനിമം ബാലൻസ് ചാർജ് ഈടാക്കി ആളുകളിൽ നിന്ന് ഇത്രയും വലിയ പണം പിരിച്ചെടുക്കരുത് എന്ന് വളരെയധികം ആവശ്യപ്പെടുകയും ഇതിന് എതിരെ ശബ്ദമുയർത്തുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ ഈ വരുന്ന 2025 ആദ്യ മാസം വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈക്കൊണ്ടു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പെട്ടെന്ന് പറയുന്നു, ഞങ്ങൾ ഇനി മുതൽ പൊതുമേഖലാ ബാങ്ക് എന്നുള്ള നിലയിൽ മിനിമം ബാലൻസ് തുക ഞങ്ങൾ ഈടാക്കുന്നില്ല എന്ന്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏറ്റവും വലിയ ബാങ്കാണ്. ഈ രാജ്യത്തിന്റെ ധനകാര്യ സ്ഥിതി അല്ലെങ്കിൽ ബാങ്കിങ് പ്രവർത്തനത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള അത്രയും വലിയ ബാങ്കാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയേട്ടൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുന്ന കുഞ്ഞനിയന്മാർക്ക് ഇത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് പൊതുമേഖലാ ബാങ്കുകൾ, കൃത്യമായി പറഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇങ്ങനെ വിവിധ പൊതുമേഖലാ ബാങ്കുകൾ ഇതിന്റെ മുന്നോടിയായി ഇത് കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി മിനിമം ബാലൻസ് തുക ഈടാക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ്. പൊതുമേഖലാ ബാങ്കുകൾ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ തീരുമാനം, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് കൂടി ഞാൻ പറയും അതിനെ. അത് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വില്ലാണ് ഈ ഒരു തീരുമാനം പൊതുമേഖലാ ബാങ്കുകൾ കൈക്കൊണ്ടത്. എന്നാൽ ഇന്നും പ്രൈവറ്റ് ബാങ്കുകൾ, ഞാൻ പേരൊന്നും എടുത്ത് ഒരു പരിപാടിയിൽ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും സ്വകാര്യ ബാങ്കുകൾ ഇപ്പോഴും റൂറൽ, സെമി അർബൻ, അർബൻ എന്ന് പറഞ്ഞാൽ ഗ്രാമീണ മേഖലകളിലുള്ള അക്കൗണ്ടുകൾ, അല്ലെങ്കിൽ സെമി ഗ്രാമീണ മേഖലകൾ, ടൗണുകൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ അർബൻ സിറ്റികൾ, അങ്ങനെയുള്ള തലങ്ങൾ 3 തലങ്ങളായി തിരിച്ചുകൊണ്ട് കൃത്യമായി 10,000, 20,000, 35,000, 50,000 എന്ന നിലയിൽ മിനിമം ബാലൻസ് നിഷ്കർഷിക്കുന്നുണ്ട്. അതിൽ കുറവ് തുകയാണ് നിങ്ങൾ അക്കൗണ്ടിൽ വെക്കുന്നതെങ്കിൽ അതിന് പിഴയും ഈടാക്കുന്നുണ്ട്. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാൽ വളരെ പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പൊതുമേഖലാ ബാങ്കിങ് ഇടങ്ങളിൽ സംഭവിച്ചിരിക്കുന്നത്. ധൈര്യമായി നിങ്ങൾക്ക് പൊതുമേഖലാ ബാങ്കുകളിൽ ചെല്ലാം. നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന തുക അത് 10 രൂപയാണെങ്കിലും ധൈര്യമായി, ഇപ്പോൾ അറിയാലോ, നമ്മളൊരു കരിക്ക് കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുട്ടായി വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ കടക്കാരനോട് ചോദിക്കും ഗൂഗിൾ പേ ഉണ്ടോ എന്ന്. അപ്പോൾ 5 രൂപയുടെ മുട്ടായി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ പേ ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ടിൽ 5 രൂപയാണെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് മലയാളിക്ക് ഒരു കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ച് കഴിച്ച് മനസ്സമാധാനത്തോടെ അത് പേ ചെയ്തിട്ട് വരാം. ആ പൈസ പൊതുമേഖലാ ബാങ്കിലാണ് അക്കൗണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുനിന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ പല ബാങ്കുകളും അതൊന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെ ബാങ്കുകളാണ് ഇത് ഒരു ഓൾറെഡി ഈ ഡിസിഷൻ എടുത്ത് പുറത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് ഒന്നുകൂടി ഒന്ന് നോക്കിയതിന് ശേഷം ഇത് വളരെ മനസ്സമാധാനത്തോടു കൂടി മിനിമം ബാലൻസ് ഇല്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഈ സ്വകാര്യ ബാങ്കുകളുടെ കാര്യം പറഞ്ഞല്ലോ, മിനിമം ബാലൻസ് ഇത്ര എമൗണ്ട് വേണം എന്നുള്ളത്. അപ്പൊ ഈ എമൗണ്ട് തീരുമാനിക്കുന്നത് ആരായിരിക്കും? സ്വാഭാവികമായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ രാജ്യത്തെ ബാങ്കിങ് മേഖലയിലുള്ള എല്ലാ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത്. റെഗുലേറ്റഡ് എൻറ്റിറ്റീസ് എന്ന് തന്നെ പറയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇതിൽ എന്തെങ്കിലും നിയമമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിഷ്കർഷിച്ചിട്ടുണ്ടോ എന്നുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയൊന്നും ഒരിടത്തും നിഷ്കർഷിക്കുന്നില്ല. അത് അവരവരുടെ ബാങ്കുകൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം ഇതൊക്കെ ഒരു ബിസിനസ് ഡിസിഷനാണ്. അവര് ബാങ്ക് ലാഭകരമായി പ്രവർത്തിക്കണമെങ്കിൽ ബോർഡിന് പല ഡിസിഷൻസും പല കാലഘട്ടങ്ങളിലും എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു വിശാല മനസ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിച്ചുകൊണ്ട് ഇതിൽ റെഗുലേറ്റ് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും ബാങ്കുകൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ്. എന്നാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വിൽ, ഒരു ഇച്ഛാശക്തി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിച്ചു, അതിനുശേഷം മറ്റു പല പൊതുമേഖലാ ബാങ്കുകളും കാണിച്ചു എന്ന് പറയുന്നത് ശരിക്കും പൊതുമേഖലാ ബാങ്കുകൾ ഈ രാജ്യത്തെ ജനങ്ങളോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു, എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് പലർക്കും അറിയില്ലാത്തൊരു കാര്യം തന്നെയാണ് സാർ ഇപ്പൊ പറഞ്ഞത്. അപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എന്താണ് സാറിന്റെ ഭാഗത്ത് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സാറിന് പറയാനുള്ളത്? എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ
പൊതുമേഖലയിൽ നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. ഈ രാജ്യത്ത് ഇപ്പോൾ ഡെവലപ്മെൻ്റ് എല്ലാം വരുന്നു, ഡിജിറ്റൈസേഷൻ വരുന്നു, എല്ലാം അക്കൗണ്ടുകളിലൂടെ പണം വിനിമയം നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ ഏതൊരു സാധാരണ വ്യക്തിക്കാണെങ്കിലും, ബിസിനസ് മാഗ്നറ്റുകൾക്കാണെങ്കിലും, കോർപ്പറേറ്റുകൾക്കാണെങ്കിലും, തൊഴിലാളിക്കാണെങ്കിലും, ഗിഗ് വർക്കർക്കാണെങ്കിലും, കർഷകനാണെങ്കിലും, ആരാണെങ്കിലും ബാങ്കിൽ പോയി അവർക്ക് ബാങ്കിങ് സേവനം ഇല്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു നില വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവരും തിരിച്ചറിയണം. സ്വാഭാവികമായും പൊതുമേഖലയിൽ ഈ ബാങ്കുകൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത, ആ ബാങ്കുകളുടെ വാതിലുകൾ സാധാരണക്കാർക്കായി തുറന്നിടേണ്ട, അവർക്ക് എപ്പോഴും ബാങ്കിലേക്ക് ചെന്ന് കയറാൻ പറ്റുന്ന അത്രയും എൻ്റെ ബാങ്ക് എന്ന ഒരു നില സ്വീകരിച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിലും അതുപോലെ തന്നെ മറ്റ് സാധാരണ ജനങ്ങൾക്കിടയിലും ഒക്കെ പ്രവർത്തിക്കേണ്ട പൊതുമേഖലാ ബാങ്കുകൾ നിങ്ങളുടെ ആവശ്യമാണ്. പൊതുമേഖലാ ബാങ്കുകൾ ജനങ്ങളുടെ അടിസ്ഥാന അവകാശമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയണം. ഇതുപോലെയുള്ള സേവനങ്ങൾ പൊതുമേഖലാ ബാങ്കുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് സംരക്ഷിക്കേണ്ട ഒരു അടിസ്ഥാന ബാധ്യത കൂടി ഈ രാജ്യത്തെ പൊതുജനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്.